നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 15 ഞായറാഴ്ച. അതുപോലെ ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്നത്തെ ബഹ്റിനിലെ പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ നാഷണൽ ആക്ഷൻ ചാർട്ടറിൻ്റെ 25ാം വാർഷികാഘോഷം ബഹ്റിനിൽ സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി. രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മാർഗരേഖയായി പ്രവർത്തിക്കുന്ന നാഷണൽ ആക്ഷൻ ചാർട്ടറിൻ്റെ രജത ജൂബിലി രാജ്യമെങ്ങും ആവേശകരമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. സാഖിറിലെ നാഷണൽ ആക്ഷൻ ചാർട്ടർ മോണമെൻറ്റിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ബഹ്റിൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസാൽ ഖലീഫ മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഇസ അൽ കബീർ എന്ന പ്രമേയത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കിയ ആഘോഷത്തിൽ 3000-ലധികം വിദ്യാർത്ഥികൾ നേരിട്ടും നിരവധി പേർ ഓൺലൈനിലും പങ്കെടുക്കുകയുണ്ടായി. ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഒമാൻ സുൽത്താൻ ഹിസ് മജസ്റ്റി ഹൈത്തം ബിൻ താരിഖ് അൽ സെയ്ദുമായി ഇന്ന് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. പ്രാദേശികവും അന്തർദേശീയവുമായ പൊതുവായ വിഷയങ്ങളും സഹകരണത്തിനുള്ള പുതിയ വഴികളും കൂടിക്കാഴ്ചയിൽ ഇരുവരും ചർച്ച ചെയ്തു. സന്ദർശനത്തിന് ശേഷം ബഹ്റിൻ കിരീടാവകാശി ഇന്ന് വൈകുന്നേരത്തോടെ ബഹ്റിനിലേക്ക് തിരിച്ചെത്തി. ഏറെ ജനപ്രിയമായ ബഹ്റിനിലെ ബുധയിലുള്ള ഫാമേഴ്സ് മാർക്കറ്റ് വിശുദ്ധ റമദാൻ മാസത്തിലും പ്രവർത്തിക്കുമെന്ന് മുനിസിപ്പാലിറ്റി കാര്യ കാർഷിക മന്ത്രി ബേൽ അൽ മുബാറക് അറിയിച്ചു. കർഷകരുടെ അഭ്യർത്ഥന മാനിച്ച് മാർച്ച് 14 വരെയാണ് ഇതിൻ്റെ കാലാവധി നീട്ടിയിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ബുധേയ ബൊട്ടാണിക്കൽ ഗാർഡനിൽ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അതേസമയം റമദാൻ പ്രമാണിച്ച് ഭക്ഷണശാലകളും സാംസ്കാരിക പരിപാടികളും ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ സീസണിൽ ഇതുവരെയായി 2,20,000-ഓളം സന്ദർശകരാണ് മാർക്കറ്റിൽ എത്തിയതെന്നും മന്ത്രി അറിയിച്ചു. സിത്രയിൽ പൈപ്പ് ലൈൻ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് വീണ് ഇന്ത്യൻ തൊഴിലാളി മരിച്ച സംഭവത്തിൽ 4 പ്രവാസി ഉദ്യോഗസ്ഥർക്ക് ഹൈ ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചു. സൈറ്റ് മാനേജർ, സിവിൽ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള 4 പേർക്ക് 1 മാസം വീതം തടവാണ് വിധിച്ചിരിക്കുന്നത്. 31-കാരനായ ബാബു ബൊഡു എന്ന തൊഴിലാളിയുടെ മരണത്തിന് കാരണമായത് നിർമ്മാണ സ്ഥലത്തെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കുഴികൾക്ക് ആവശ്യമായ സുരക്ഷാ കവചങ്ങൾ ഒരുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടുവെന്നും കോടതി നിരീക്ഷിച്ചു. ക്രിപ്റ്റോ കറൻസി നിക്ഷേപത്തിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ദിനാർ തട്ടിയെടുത്ത കേസിൽ 42 വയസ്സുകാരനായ ബഹ്റിനി സ്വദേശിക്ക് ഹൈ ക്രിമിനൽ കോടതി 5 വർഷം തടവും 1 ലക്ഷം ദിനാർ പിഴയും വിധിച്ചു. 3,82,000-ഓളം ദിനാർ ഇയാൾ നിക്ഷേപകരിൽ നിന്നും തട്ടിയെടുക്കുകയായിരുന്നു. ബ്രിട്ടനിൽ വ്യാജ കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് പോൺസി സ്കീം വഴിയാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള 19 പേരെ ഇയാൾ ചതിയിൽപ്പെടുത്തിയത്. തട്ടിയെടുത്ത തുക മുഴുവൻ തിരികെ നൽകുവാനും അനധികൃത ലാഭം കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ICRF സംഘടിപ്പിച്ച വിൻ്റർ ഫെസ്റ്റ് തൊഴിലാളികൾക്ക് ആവേശമായി. കുറഞ്ഞ വരുമാനക്കാരായ തൊഴിലാളികൾക്കായാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ അസോസിയേഷൻ വിൻ്റർ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ക്ലബ്ബിൽ നടന്ന ആഘോഷത്തിൽ 400-ഓളം തൊഴിലാളികൾ പങ്കെടുത്തു. LMRA, തൊഴിൽ മന്ത്രാലയം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കായിക മത്സരങ്ങൾ, കലാപരിപാടികൾ, കേക്ക് മുറിക്കൽ എന്നിവയാൽ സമ്പന്നമായിരുന്ന പരിപാടിയിൽ ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ്, ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യം സംരക്ഷിക്കാം, കരുതലോടെ ജീവിക്കാം എന്ന സന്ദേശവുമായി മൈത്രി ബഹ്റിൻ പ്രീ റമദാൻ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. അൽ ഹിലാൽ പ്രീമിയർ മെഡിക്കൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ജോർജ് K. ആന്റണി ഉപവാസകാലത്തെ ഭക്ഷണക്രമത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. പ്രസിഡന്റ് സലീം തയ്യിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുതിർന്ന അംഗങ്ങളും ഭാരവാഹികളും പങ്കെടുത്തു. പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്ററിൻ്റെ വാർഷിക പൊതുയോഗം നടന്നു. സംഘടനയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികൾ നടത്താൻ തീരുമാനിച്ച യോഗത്തിൽ പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. പാക്ട് ചീഫ് കോർഡിനേറ്റർ ജ്യോതി മേനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാക്ട് നടത്തിയ ലോഗോ, ടാഗ്ലൈൻ, കവിതാരചനാ മത്സരങ്ങളിലെ വിജയികളെ യോഗത്തിൽ ആദരിക്കുകയുണ്ടായി. വടകര സഹൃദയവേദി വനിതാ വിംഗും അൽ ഹിലാൽ ഹോസ്പിറ്റലും ചേർന്ന്
അതിരയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. BKS പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 250ഓളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ വനിതാവേദി പ്രസിഡന്റ് സന്ധ്യ വിനോദ്, സഹൃദയവേദി ജനറൽ സെക്രട്ടറി MC പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി ഗൈഡൻസ് ഫോറം അംഗങ്ങൾക്കായി സാക്കിറിൽ വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ബിനു ബിജു, ജനറൽ സെക്രട്ടറി ബിജു KP, ഇവന്റ് കോർഡിനേറ്റർ ജെയിംസ് ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകിയ ക്യാമ്പിൽ 60ഓളം അംഗങ്ങൾ പങ്കെടുത്തു. വിവിധ വിനോദ പരിപാടികൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. WMC ടോസ്റ്റ് മാസ്റ്റേഴ്സും അൽഹിലാൽ ഹോസ്പിറ്റലും ചേർന്ന് നടത്തിയ രക്തദാന ക്യാമ്പിൽ 100ഓളം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്തു. സൽമാനിയ ബ്ലഡ് ബാങ്ക് 70 യൂണിറ്റ് രക്തമാണ് ക്യാമ്പിൽ നിന്നും ശേഖരിച്ചത്. റോയ് സക്കറിയ, ഡോക്ടർ ബാബു രാമചന്ദ്രൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറവും അൽഹിലാൽ ഹോസ്പിറ്റലും ചേർന്ന് നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ 300ലധികം പേർ പങ്കെടുത്തു. ഇന്ത്യൻ ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് ജോയ് ഉദ്ഘാടനം ചെയ്തു. ഷാജി പുതുക്കുടി, അരുൺ പ്രകാശ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് വരും ദിവസങ്ങളിൽ സൗജന്യ ഡോക്ടർ സേവനവും ലഭ്യമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വാർത്തകളുടെ വിശദ വിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com-ലും ലഭ്യമാണ്. നാളെ വീണ്ടും കൂടുതൽ വാർത്താവിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.